രവിശങ്കർ, നിങ്ങളുടെ നേതാവ് എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. താങ്കൾ പറഞ്ഞു ഭരണഘടന അതിനുള്ള അവകാശമൊക്കെ തന്നിട്ടുണ്ട് എന്ന്. ശരിയാണ്. പക്ഷേ നോക്കൂ, ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയപ്പോൾ തിരുനടയിൽ നിന്ന് ഇവിടെയാണോ നിങ്ങളുടെ ആളിരിക്കുന്നത് എന്നർത്ഥം വെച്ച് ചോദിച്ചയാളാണ് പിണറായി വിജയൻ. അപ്പോൾ ഇപ്പോൾ ഈ 10 വോട്ടിന് വേണ്ടി പോപ്പിൻ്റെ കൈ മുത്തുന്നതിൽ അഭംഗിയില്ലേ? മറ്റൊരു കാര്യം, നേരത്തെ അഡ്വക്കേറ്റ് അനിൽ വിളയെ ചൂണ്ടിക്കാട്ടിയതാണ്. നോക്കൂ, എത്രയോ സന്യാസി വര്യന്മാർ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ആരെയെങ്കിലും അങ്ങോട്ട് പോയി പിണറായി വിജയൻ കാണുന്നുണ്ടോ? മാഘ മഹോത്സവം നടന്നു തിരുനാവായയിൽ. ഏതെങ്കിലും ഒരു മന്ത്രി അങ്ങോട്ടേക്ക് പോയോ? നേരത്തെ പറഞ്ഞ പോലെ വീണ ജോർജ് നസ്രാണി സംഗമത്തിൽ പങ്കെടുത്തു. എന്തുകൊണ്ട് ഈ ഹിന്ദുക്കളുടെ ആ സംഗമത്തിൽ, എന്തുകൊണ്ട് മഹാകുംഭമേളയിൽ അതിന് സമാനമായിട്ടുള്ള ഒരു ആഘോഷമാണ് അവിടെ നടന്നത്, ആ ഉത്സവമാണ് അവിടെ നടന്നത്, എന്തുകൊണ്ട് ഭരണത്തിലിരിക്കുന്ന ആരും അങ്ങോട്ട് പോയില്ല? അപ്പോൾ ഇതല്ലേ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് പറയുമ്പോൾ കാര്യകാരണ സഹിതം അത് വിശദീകരിക്കുമ്പോൾ എന്തിനാണ് കൊള്ളുന്നത് സഖാവേ? സാറ് ചോദിച്ചു കഴിഞ്ഞോ? സാറ് ചോദിച്ചു കഴിഞ്ഞു. നമ്പ്യാർ സാറിന്റെ കാര്യങ്ങൾ കൃത്യമായി അറിയാം. പക്ഷേ അനിൽ അദ്ദേഹം പറയുന്നതിനകത്ത് ഞാൻ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഇനി ഞാൻ പറയട്ടെ. അനിൽ സാറ് പറഞ്ഞത് എന്താ? പിണറായി വിജയൻ മാർപ്പാപ്പ ഇങ്ങോട്ട് പിണറായി വിജയനെ വിളിച്ചു എന്നാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. KV തോമസ് വഴി പിണറായി വിജയന്റെ ഒരു കത്ത് മാർപ്പാപ്പയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ആ കത്ത് അംഗീകരിച്ചുകൊണ്ടാണ് പിണറായി വിജയന് കാണാൻ അവസരം കൊടുത്തത്. അദ്ദേഹമാണ് ഏറ്റവും അവസാനം കത്ത് കൊടുത്തത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം മാർപ്പാപ്പയുമായി കൂടുതൽ നേരം സംസാരിക്കാനുള്ള അവസരം കിട്ടിയില്ല. അദ്ദേഹത്തിന് ധാരാളം പരിപാടികൾ നേരത്തെ ഇവിടെ ചാർട്ടർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് സമയം മാത്രമാണ് പിണറായി വിജയന് കിട്ടിയിരിക്കുന്നത്. മാർച്ച് മാസം 4-ാം തീയതി 10 മണിക്ക് അദ്ദേഹത്തെ കാണാൻ കൂടിക്കാഴ്ച, വെറും കുറച്ച് മിനിറ്റുകൾ മാത്രം. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. അല്ലാതെ മാർപ്പാപ്പ പിണറായി വിജയനെ നേരിട്ട് ക്ഷണിച്ചു എന്ന തരത്തിൽ ഞാൻ സംസാരിച്ചു, ഞാൻ വിട്ടിത്തരമാണ് പറഞ്ഞത് എന്ന തരത്തിൽ അനിൽ വിളയിൽ സംസാരിച്ചാൽ അതിനെ ഞാൻ എതിർക്കും. ഇത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, എനിക്ക് അനിൽ വിളയിലോട് വ്യക്തിപരമായ വൈരാഗ്യമൊന്നുമില്ല, ഞാൻ ചൂടായതുമല്ല. അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് പ്രയോഗിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞത്. ഇവിടെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. വ്യവസായം നടത്താൻ വേണ്ടി യൂറോപ്പിൽ പലരെയും കാണാൻ പോകുമായിരുന്നെങ്കിൽ മനസ്സിലായേനെ മാർപ്പാപ്പ എന്തിനാണ് കാണുന്നത് എന്നൊക്കെയുള്ള തരത്തിൽ അദ്ദേഹം സംസാരിച്ചു. വ്യവസായം നടത്താൻ വേണ്ടിയാണോ സുരേഷ് ഗോപി തൃശ്ശൂരിലെ പള്ളിയെല്ലാം കയറി ഇറങ്ങി നടന്നത്? അവിടെ സ്വർണ്ണ കിരീടം കൊണ്ട് കൊടുത്തത് വ്യവസായം നടത്താൻ വേണ്ടിയാണോ? അതല്ലെങ്കിൽ എല്ലാ ഈസ്റ്റർ ദിവസം അപ്പവുമായി BJPയുടെ നേതാക്കൾ അരമന തോറും കയറി ഇറങ്ങിയത് വ്യവസായം നടത്താൻ വേണ്ടിയായിരുന്നോ? ഇനി അതിനപ്പുറത്തേക്ക് നരേന്ദ്രമോദി അടക്കമുള്ള ഇന്ത്യയുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഡൽഹിയിൽ ക്രൈസ്തവ ദേവാലയം ക്രിസ്തുമസ് ദിവസം സന്ദർശിച്ചത് വ്യവസായം നടത്താൻ വേണ്ടിയായിരുന്നോ? അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ, അത് നരേന്ദ്രമോദി അദ്ദേഹമായാലും പിണറായി വിജയനായാലും അല്ലെങ്കിൽ BJPയുടെ നേതാവായാലും CPMന്റെ നേതാവായാലും ആരോടും വിരോധം വെച്ച് പുലർത്താൻ തയ്യാറാവുന്നവരെല്ലാം കോൺഗ്രസ് നേതാക്കളടക്കം അവരെല്ലാവരുമായിട്ടും സൗഹൃദം പങ്കിടും. അത് അങ്ങനെ കാണേണ്ടതല്ലേ? അത് അങ്ങനെ കാണാതെ അതിനെ വർഗീയവൽക്കരിക്കേണ്ട ഒരു ആവശ്യം എന്താ ഇവിടെ? പിണറായി വിജയൻ മാർപ്പാപ്പയെ കണ്ടതുകൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനികളെല്ലാം നാളെ രാവിലെ അരിവാളിന്റെയും ചുറ്റിയുടെയും നക്ഷത്രത്തിന്റെയും പുറകെ വരുമെന്ന് ഞങ്ങൾ ലോകത്തിലെ കത്തോലിക്ക സഭയിലെ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഞാനെന്ന് ചോദിച്ചോട്ടെ, സഖാവ് പിണറായി വിജയൻ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ, അത് പറയാം, ഞാൻ മറുപടി പറയാം. സഖാവ് പിണറായി വിജയൻ എന്ന നേതാവല്ലാതെ കേരളത്തിൽ ഹൈന്ദവ നേതാക്കളോ അല്ലെങ്കിൽ BJP നേതാക്കളോ കോൺഗ്രസ് നേതാക്കളോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബോഡി വേസ്റ്റുമായി നടക്കുന്ന അതിനെ വെച്ചുകൊണ്ട് അതിനെ മതപരമായ ചടങ്ങാക്കി അതിലൂടെ ധനം സമ്പാദിക്കുന്ന നേതാക്കളുണ്ട് എന്ന് കേരളത്തിന്റെ മുഖത്ത് നോക്കി പറയാൻ, ജനതയുടെ മുഖത്ത് നോക്കി പറയാൻ പിണറായി അല്ലാതെ വേറെ ആര് തയ്യാറായിട്ടുണ്ട്? ഒരാളുടെ കയ്യിൽ നബിയുടെ തലമുടിയുണ്ട്, മറ്റൊരാളുടെ കയ്യിൽ നബിയുടെ നഖമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബോഡി വേസ്റ്റ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ എന്ന് ധൈര്യപൂർവ്വം കേരളത്തിൽ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് നേതാവ് പിണറായിയാണ്. ശരീഅത്ത് എന്ന് പറയുന്ന കാടത്തമായ നിയമത്തെ, അത് കാടത്തമായ നിയമമാണ്, അത് പാടില്ല എന്ന് കേരളീയ ഇന്ത്യൻ സമൂഹത്തെ നോക്കി പറഞ്ഞ സഖാവ് EN ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പാർട്ടിയാണ് ഈ പാർട്ടി. അത് പറയാൻ എന്തേ നരേന്ദ്രമോദിക്ക് തയ്യാറായില്ല? എന്റെ ലാൽകൃഷ്ണ അദ്വാനി തയ്യാറായില്ല? എന്റെ അടൽ ബിഹാരി വാജ്പേയി തയ്യാറായില്ല? എന്ത് ഇന്ദിരാഗാന്ധി തയ്യാറായില്ല? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല, ആ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിച്ചു. അതാണ് ഞങ്ങളെ സംബന്ധിച്ചോളം. ഞങ്ങൾക്ക് ഓരോ മതവുമായിട്ട് ഒരു ബന്ധവുമില്ല. കുംഭമേളയുടെ കാര്യം പറഞ്ഞു. കുംഭമേള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അതിന്റെ സംഘാടകർ വിളിച്ചായിരുന്നോ? അതിന്റെ സംഘാടകർ ക്ഷണിച്ചായിരുന്നോ?
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ കേരളത്തിലെ മന്ത്രിമാരെയോ CPM-ന്റെ ഏതെങ്കിലും നേതാക്കളെയോ ആരെയും വിളിച്ചില്ലല്ലോ. ശ്രീ രവിശങ്കർ, അത് തടയാൻ ശ്രമിച്ചില്ലേ? മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി സ്വാമി ആനന്ദവരം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങി നടന്നു. കാണാൻ കൂട്ടാക്കിയില്ല. MP ഗോവിന്ദനെ കണ്ടു, P ശശിയെ കണ്ടു. അനുമതി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരുമോ? അനുമതി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് തടയാനുള്ള ശ്രമങ്ങളെല്ലാം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ലേ ശ്രീ രവിശങ്കർ? അതെ, ദേവസ്വം മന്ത്രി രക്ഷാധികാരിയാണ്. സാറ് ധാരാളം പത്രപ്രവർത്തനം നടത്തുന്ന നമ്പ്യാർ സാറോട് ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ, പ്ലീസ്. കേരളത്തിൽ ഏതെങ്കിലും ഒരു നദി പമ്പയിൽ മാത്രം അടുത്ത കാലത്താ? ഭാരതപ്പുഴയൊന്നും പുണ്യനദിയൊന്നും അല്ല സാർ, ഗംഗയാണ് പുണ്യനദി. നമ്മുടെ ഭാരതത്തിലെ ആ പുണ്യനദിയിൽ നടക്കുന്ന കുംഭമേളയ്ക്ക് ഇവിടെ എന്ത് പ്രസക്തി? അപ്പൊ ഇവിടെ അതിന്റെ പ്രസക്തി തെരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ടുവന്നത് രാഷ്ട്രീയമാണ്. ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങിക്കാം. നിങ്ങൾ നടത്തുന്ന ഓരോ കാര്യങ്ങളും വർഗീയവൽക്കരിക്കാൻ, സമൂഹത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി മാത്രമാണ്. മഹാമാഘ മഹോത്സവം നടത്തിയാൽ എങ്ങനെയാണ് സാർ അത് വർഗീയമാണെന്ന് എങ്ങനെയാണ് സാർ പറയുന്നത്? ഈ ത്രിമൂർത്തി ഭാവം എങ്ങനെയാണ് അത് പറഞ്ഞു പോട്ടെ സാർ? അല്ല, വർഗീയമാകുന്നത് ഒന്ന് പറഞ്ഞു പോകും പ്ലീസ്. അതെന്താ സാർ കേൾക്കാത്ത? ഞാൻ സംസാരിക്കുക മാത്രം. നോക്കൂ, നിങ്ങളുടെ നേതാക്കന്മാര് പോയില്ലെങ്കിലും മലപ്പുറത്തെ മുസ്ലിങ്ങളടക്കം തിരുനാവായ മണപ്പുറത്ത് പോയി എന്നുള്ളതാണ്. അതാണ് ആ കുംഭമേളയുടെ, കേരളത്തിലെ കുംഭമേളയുടെ വിജയം. അതാണ് നിങ്ങളുടെ ആളുകൾ പോയിട്ടില്ലെങ്കിലും മലപ്പുറത്തെ മുസ്ലിങ്ങളടക്കം മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ്. ഒരു കുംഭമേളയും നിങ്ങളെക്കാളും വകതിരിവ് അവർക്കുണ്ട്. കുംഭമേളയും നടന്നിട്ടില്ല, മാമാങ്കം. നിങ്ങളെക്കാൾ വകതിരിവ് അവർക്കുണ്ട്. മാറുന്നുണ്ട് സഖാവേ കേരളം. കേരളം മാറി ചിന്തിക്കുന്നുണ്ട്. അല്ലാതെ ഇത് കേരളമാണ് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ വോട്ട് കിട്ടില്ല. അങ്ങ് മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അല്ല, ഞാൻ സത്യമാണ് പറയുന്നത്. സ്വാമി വിവേകാനന്ദൻ ഇത് ഭ്രാന്താലയമാക്കിയാൽ വീണ്ടും വരേണ്ടി വരും. ഈ നാട്ടിലെ ജാതി മത വെറികൾ ഉണ്ടാക്കിയാൽ, ഇവിടുത്തെ ഈ ഭ്രഷ്ടുകൾ ഉണ്ടാക്കിയാൽ വീണ്ടും വരേണ്ടി വരും സാർ വിവേകാനന്ദന് കേരളത്തിലേക്ക്. ഒരു പുതിയ വിവേകാനന്ദൻ ഉണ്ടായി വരേണ്ടി വരും സാർ. ഇവിടുത്തെ നായരും ഈഴവരും തമ്മിലുള്ള അകലം എത്രയായിരുന്നു? ഈഴവരും പട്ടികജാതിക്കാരും തമ്മിലുള്ള അകലം എത്രയായിരുന്നു? ഇവിടെ ക്രൂരമായ ശിക്ഷണ വിധികൾ നടപ്പിലാക്കിയത് എന്തായിരുന്നു? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ചെറിയ ശാസ്ത്രം കൊണ്ട് അവസാനിക്കുന്നിടത്ത് പാവപ്പെട്ടവനെ പരസ്യമായി കൊല്ലുന്നതും തിളച്ചെണ്ണയിൽ കൈമുക്കിക്കുന്നതും നാടായിരുന്നില്ലേ സാർ? ഇത് നാടായിരുന്നില്ലേ സാർ? ഈ നാട്ടിലേക്കാണ് സാർ കമ്മ്യൂണിസ്റ്റുകാരെ മാറ്റിയത്. സംശയം എന്താണ് സാർ? കമ്മ്യൂണിസ്റ്റുകാരൻ അതിൽ പങ്കുണ്ട് സാർ. ഒരു നിമിഷം നമ്മുടെ കെന്നഡി കരിമ്പിൻ കാലായിൽ കുറച്ച് സമയമായി അദ്ദേഹം വെറുതെ ഇരിക്കാൻ. അദ്ദേഹത്തിലേക്ക് കൂടി ഒന്ന് പോട്ടെ. ഒരു മിനിറ്റ് കെന്നഡി സാറിനോടാ പറയാനുള്ളത്. ഈ അങ്ങ് ഭിന്നശേഷി നിയമനത്തെ കുറിച്ച് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പറയേണ്ടതാണ്, അതുകൊണ്ടാണ് പറഞ്ഞതാ. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു ചർച്ച വന്നായിരുന്നു. അതൊന്നും പറയാൻ നമ്മുടെ അനിൽ സാർ അതിന് ഇടയ്ക്ക് മറ്റു പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് അതിലേക്കൊന്നും പോകാൻ പറ്റാതെ. ഭിന്നശേഷി നിയമനത്തിന് NSSന് അനുകൂലമായ ഒരു കോടതി വിധിയുണ്ട്. അല്ല, ഇതോട് പറഞ്ഞു ശരി സാർ, അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ പറയാൻ വന്നത് എന്നേ ഉള്ളൂ. ഓക്കെ. ശ്രീ കെന്നഡി കരിമ്പിൻ കാലായിൽ CPM-ന്റെ പ്രതിനിധി പല കാര്യങ്ങളും പറഞ്ഞു. സാർ പറഞ്ഞു, ഞാൻ ചോദിക്കുന്നില്ല. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ്. നിങ്ങൾ കൈവിടരുത് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ കെന്നഡി സാറിൻ്റെ മനസ്സിലും അത് തന്നെയാണുള്ളത്. ഒരു തവണ കൂടി പിണറായി വരട്ടെ, ഭരിക്കട്ടെ, UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കുട്ടിച്ചോറാക്കും. അങ്ങനെ ഒരു ആശങ്ക താങ്കളെ അലട്ടുന്നുണ്ട്. പക്ഷേ എന്തായിരിക്കും സംഭവിക്കുക? നമ്പ്യാർജി ഞാൻ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. നമ്പ്യാർജി ഒരു മാധ്യമപ്രവർത്തകനാണ്. എല്ലാ വാർത്തകളും വിശദമായി പഠിക്കുന്ന ആളാണ്. നമ്മുടെ ലോക്കൽ റീജിയണൽ ന്യൂസ് മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ വാർത്താ മാധ്യമങ്ങളും ശ്രദ്ധിക്കുന്ന ആളാണ്. നമ്പ്യാർജിയുടെ അഭിപ്രായം എന്താ? ഞാൻ പറഞ്ഞതിനോട് യോജിക്കണ്ടേ? ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വിജയം നടക്കുന്നില്ലെങ്കിൽ
ഞാൻ പറഞ്ഞതിനകത്തുനിന്ന് വ്യക്തമല്ലേ? അല്ല, ഇനി ഒരു ടേം കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ യോജിക്കാൻ സെക്രട്ടേറിയറ്റ് പറ്റില്ലെങ്കിൽ പോലും അവിടെ ഉണ്ടാവില്ല, തൂക്കി പറ്റില്ലെങ്കിൽ വെക്കും. പിന്നെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അല്ല, അത് വേറെ, അത് പ്രതിപക്ഷത്തിനെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടല്ലേ? ശക്തമായ പ്രതിപക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തിൽ സർക്കാരിനെ കൊണ്ട് കാര്യങ്ങൾ ജയിക്കാൻ കഴിയും. ശബരിമലയിൽ അയ്യപ്പന്റെ സ്വത്ത് അടിച്ചോണ്ട് പോയ ആൾക്കാരാണ് ഇപ്പോഴും ജയിലിൽ കിടക്കല്ലേ നിങ്ങളുടെ നേതാവ്. അപ്പൊ പിന്നെ അതിനെ എന്തൊക്കെയാ പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ അവഗണിക്കേണ്ട കാര്യമില്ല. ഞാൻ സത്യമാണ് പറഞ്ഞത്. ഇനി എന്തൊക്കെ തീരെഴുതി കൊടുത്തു എന്ന് ആർക്കറിയാം? അല്ല, ഈ രാജീവ് ഫയല് പരിശോധിക്കേണ്ടി വരും. അതെ സാർ, രാജീവ് സിപിഎമ്മിന്റെ പൊളിറ്റിക്കൽ മെമ്പറാണോ? ഏത് രാജീവ്? ഞാൻ ഈ ഘട്ടത്തിൽ ഒന്ന് വളരെ, ഞാൻ മുമ്പേ പറഞ്ഞ ആവശ്യം, അകത്ത് കിടക്കുന്നുണ്ടല്ലോ, ജില്ലാ കമ്മിറ്റി അംഗം കിടക്കുന്നുണ്ടല്ലോ, എ പത്മകുമാർ, വാസു കിടപ്പുണ്ടല്ലോ. തന്ത്രി രാജീവേ, അത് മാത്രമേ ഉള്ളൂ. തന്ത്രി രാജീവര് മാത്രമാണോ അകത്ത് കിടക്കുന്നത്? തന്ത്രി രാജീവര് മാത്രമാണോ അകത്ത് കിടക്കുന്നത്? പത്മകുമാറിനെ വിട്ടോ, മറന്നോ? അതാവെ ഒന്ന് പോയി കാണാമായിരുന്നു.